മദ്യലഹരിയിലെന്ന് പോലീസ്. വിശദമായ വാർത്തകൾ നോക്കാം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിൽ. കാർവാറിൽ നിന്നുള്ള നാവികസേനാംഗങ്ങൾ ശിരൂരിലെത്തിയെങ്കിലും തിരച്ചിലിന് അനുമതി നൽകാത്തതിനാൽ സംഘം ഗംഗാവലി നദിയിൽ ഇറങ്ങിയില്ല. ജില്ലാ ഭരണകൂടമാണ് അനുമതി നിഷേധിച്ചത്. ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. നടപടിയിൽ അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി കെ വി ബൈജു അല്പസമയത്തിനകം ചേരും. ഇന്ന് രാവിലെ മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളക്കര ഒന്നാകെ. വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം അർജുന്റെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ. അർജുന്റെ കുടുംബവും ആ പ്രതീക്ഷ നമ്മളോട് ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്ന് അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിലാണ്. കാർവാറിൽ നിന്നുള്ള നാവിക സേനാംഗങ്ങൾ ശിരൂരിലെത്തിയെങ്കിലും തിരച്ചിൽ ആരംഭിച്ചില്ല. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നമ്മൾ ഇന്ന് രാവിലെ മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു. അർജുനായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമാണ്, അതുകൊണ്ട് തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ നിന്നത്. പക്ഷേ ഇപ്പോഴിതാ ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്തതിനാൽ തിരച്ചിൽ ആരംഭിച്ചില്ല എന്ന് പറയുന്നു. എന്ത് ന്യായീകരണമാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്? എന്താണ് സംഭവിച്ചത് അവസാന നിമിഷം? തീർച്ചയായും ഭവ്യ, നമ്മൾ 9 മണിക്കാണ് ഇത്തരത്തിൽ നാവികസേന തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞത്. എന്തായാലും ഇതുവരെയായും നാവികസേന തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ഇവിടെ അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം പറയാൻ. പ്രധാനമായും ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല നാവികസേനയ്ക്ക് ഇതിൽ തിരച്ചിൽ നടത്താനുള്ള എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും AK-M അഷ്റഫ് ഉൾപ്പെടെ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ അല്പസമയത്തിനകം എത്തും. അവർ ഇതിനൊരു വിശദീകരണം എന്തായാലും നൽകുമെന്നാണ് അറിയുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടം നേരത്തെ അർജുനായുള്ള തിരച്ചിലിന് അനുമതി നൽകാത്തതിനാൽ സംഘം ഇപ്പോൾ ഗംഗാവലി നദിയിൽ ഇറങ്ങിയിട്ടില്ല. ജില്ലാ ഭരണകൂടമാണ് അവസാന നിമിഷം അനുമതി നിഷേധിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു മനസ്സിലായത്. കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, തുടരാം. തീർച്ചയായും നമ്മൾ എന്തായാലും ഇന്ന് ഏതായാലും തിരച്ചിൽ തുടരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് തന്നെയാണ് AK-M അഷ്റഫ് MLA വ്യക്തമാക്കിയത്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തുന്നുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാവികസേനയ്ക്ക് ഈ തിരച്ചിലിന് അനുമതി നിഷേധിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കുടുംബത്തിനും അത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പില്ല. ഈ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് അവരുടെ രീതിയിൽ തെരച്ചിൽ നടത്താനുള്ള അനുവാദമെങ്കിലും നൽകണമെന്നാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം നേരത്തെ ഈശ്വർ മൽപയ്ക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈശ്വർ മൽപെ തെരച്ചിലിന് ഇറങ്ങിയാൽ കേസെടുക്കും എന്ന ഒരു മുന്നറിയിപ്പ് വരെ അദ്ദേഹത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം പറയാൻ. വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞ് 3 നോട്ട്സിലേക്ക് ഏതാണ്ട് എത്തിയ ഒരു സാഹചര്യം. അത്തരത്തിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. 29 ദിവസമായിരിക്കുന്നു അർജുനെ കാണാതായിട്ട്. എന്നിട്ടും ഇപ്പോഴും ഭരണകൂടം ജില്ലാ ഭരണകൂടം ഇതിന് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനെതിരെ കുടുംബം ഉയർത്തുന്നത്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ അർജുന്റെ കുടുംബം, അതായത് ഭാര്യ, അച്ഛൻ, അമ്മ ഉൾപ്പെടെയുള്ളവർ ശിരൂരിലേക്ക് എത്തും, പ്രതിഷേധിക്കും എന്ന വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അവർ ഇവിടെ തന്നെ ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ ഉണ്ട്. ലോറി ഉടമ മനാഫും ഉണ്ട്. ഏതായാലും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം തിരച്ചിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് AK-M അഷ്റഫ് MLA പങ്കുവച്ചത്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തുന്നുണ്ട്. അതല്ലെങ്കിൽ AK-M അഷ്റഫ് ഉൾപ്പെടെ പ്രതിഷേധത്തിനുണ്ടാകും. ജില്ലാ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധവുമായി പോകും എന്നതിനെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം ഇപ്പോഴും ആ പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്നു. നമ്മളും ഇവിടെ ആ പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്നു. ഏതായാലും പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു. 3 നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്നു. 3.5 വരെ തിരച്ചിൽ നടത്താം, മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താമെന്നാണ് നാവികസേന നേരത്തെ വ്യക്തമാക്കിയത്. ഇന്നലെയാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. നാവികസേന തിരച്ചിൽ നടത്താൻ സന്നദ്ധമായപ്പോഴും അത്രത്തോളം ഉപകരണങ്ങളുമായി അവർ കാത്തിരിക്കുമ്പോഴും ഇപ്പോഴും അനുമതി നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ അവർക്ക് തിരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ബന്ധുക്കളെല്ലാം വലിയ നിരാശയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമെങ്കിലും തിരച്ചിൽ പുനരാരംഭിക്കും. വരും സമയങ്ങളിൽ നാളെയും മറ്റന്നാളുമായി അർജുനെ
കണ്ടെത്താനാകും, ഈ ലോറി കണ്ടെത്താനാകും. ലോറിയുടെ അതാണ് നമുക്ക് അറിയേണ്ടതും അത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ കാലാവസ്ഥയടക്കം പ്രകൃതി അടക്കം അനുകൂലമായി നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അവസാന നിമിഷം ഇത്തരത്തിലൊരു മാറ്റം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അനുമതി നിഷേധിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഒപ്പം ഉച്ചയ്ക്ക് ശേഷമെങ്കിലും അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? എന്താണ് ബൈജുവിന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? ഭവ്യ, ഈ കാര്യത്തിൽ AKM അഷ്റഫ് പറയുന്ന ഒരു ഉറപ്പ് മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അതിന് ഇപ്പോഴും നമുക്കൊരു സാധ്യത ഇപ്പോഴും എന്തായാലും കാണുന്നില്ല. ഇതിൽ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇതാണ്: ഇപ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ഈ തെരച്ചിൽ നടത്തുന്നില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇത്രത്തോളം അടിയൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം അത് നിഷേധിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമുക്കറിയാം DK ശിവകുമാർ ഉൾപ്പെടെ പറഞ്ഞത് പുഴയിൽ വലിയ അടിയൊഴുക്കുണ്ട്, അതുകൊണ്ട് തെരച്ചിൽ ദുഷ്കരമെന്നാണ്. പക്ഷേ നമ്മൾ തന്നെ നേരിട്ട് ഇവിടെ എത്തിയപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ പുഴയിൽ ഏതെങ്കിലും തരത്തിലൊരു അടിയൊഴുക്കില്ല. ആ മൺകൂനുകളൊക്കെ, ആ നേരത്തെ മണ്ണിടിഞ്ഞുണ്ടായ മൺകൂനുകളൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അതിന് തൊട്ട് സമീപത്തെയാണ് ഈ ലോറി ഉണ്ടെന്ന് റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അവിടേക്ക് ഇനി എത്തേണ്ടതേ ഉള്ളൂ. അത് നേവി തയ്യാറുമാണ്, മുങ്ങൽ വിദഗ്ധർ തയ്യാറാണ്. അവരിപ്പോഴും കാർവാർ ഇവിടെ തൊട്ട് സമീപത്ത്, അതായത് അരമണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന കാർവാറിൽ അവർ ഇപ്പോഴും തയ്യാറായി തന്നെയുണ്ട്. ഏതായാലും AKM അഷ്റഫ് ഇവിടെ അല്പസമയത്തിനകത്തും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും. ഒന്നുകിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ നടത്തുക, അതല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് AKM അഷ്റഫ് MLA ഉൾപ്പെടെ, അതായത് മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ ഒപ്പമുള്ള മുസ്ലിം ലീഗിന്റെ MLA AKM അഷ്റഫ് ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എന്ത് കാരണം കൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്, ഈ തെരച്ചിൽ ഇപ്പോൾ നിഷേധിക്കുന്നത് എന്ന് നമുക്ക് ഇനിയും വ്യക്തതയില്ല. അത് AKM അഷ്റഫിനായാലും കുടുംബത്തിനായാലും ഒരു വ്യക്തതയുമില്ല. എന്തായാലും ഇത്രയും നല്ല, നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ വലിയ തോതിൽ ചെളിയും മണ്ണുമൊക്കെ ഉണ്ടായൊരു പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇവിടെ തന്നെ നമുക്ക് കാണാം പുഴ അത്രത്തോളം നീരൊഴുക്ക് കുറഞ്ഞ് അത് വളരെ ശാന്തതയോടുകൂടിയാണ്. നേരത്തെയൊക്കെ വലിയ രൗദ്ര ഭാവത്തോടുകൂടി ഉണ്ടായിരുന്ന ഗംഗാവലി പുഴയാണ് ഇപ്പോൾ വളരെ ശാന്തമായി ഇത്തരത്തിലുള്ളത്. ഈ സമയം ഇത്തരത്തിൽ ഈ അനുകൂലമായ സമയം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ മാത്രമേ ഇനി അർജുനെ കണ്ടെത്താനാകൂ. അതല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കൊങ്കൺ മേഖലയിൽ വലിയ തോതിലുള്ള മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതികൂലമായി തന്നെ ബാധിക്കും. നമുക്ക് ഒരിക്കലും അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ തെരച്ചിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളും ഒപ്പം കുടുംബവും ഉള്ളത്. നമ്മൾ അതിനായി വീണ്ടും ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും രാവിലെ 9 മണിക്ക് വരും തെരച്ചിൽ തുടരുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇതുവരെ തുടരാൻ സാധിച്ചിട്ടില്ല. അനിശ്ചിതത്വം ഇപ്പോഴും ഇത് അതേപടി തുടരുന്നുണ്ടെന്ന് വേണം പറയാൻ. ഭവ്യ, ശരി, KV ബൈജുവാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോഴും അർജുനായുള്ള തിരച്ചിൽ ഗംഗാവലി ആരംഭിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചില്ല. അതിനുശേഷം മാത്രമേ തിരച്ചിൽ ആരംഭിക്കൂ. ഉച്ചയ്ക്ക് ശേഷമെങ്കിലും തിരച്ചിൽ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളും അർജുന്റെ കുടുംബവും. ശിരൂർ ദൌത്യത്തിലെ ഏകോപനത്തിൽ ആദ്യം മുതലുള്ള കുറവ് ഇപ്പോഴും തുടരുന്നതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ന്യൂസ് 18നോട്. നദിയിൽ ഒഴുക്ക് കുറവായതിനാൽ തിരച്ചിലിനുള്ള അനുകൂല സാഹചര്യവും ഉപയോഗപ്പെടുത്തണം. ഇനിയും അലംഭാവം തുടർന്നാൽ തിരച്ചിൽ കുടുംബത്തിന് വിട്ടു നൽകണമെന്നും ജിതിൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തിരച്ചിൽ ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ തന്നെ നേവി ഉദ്യോഗസ്ഥരെല്ലാം വന്ന് ഡൈവിംഗ് ചെയ്യും എന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷെ അതിനൊക്കണം എന്നുള്ള ഒരു പ്രവൃത്തിയൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇപ്പോഴും ജലനിരപ്പ് നിങ്ങളെല്ലാം കണ്ടല്ലോ, രാവിലത്തെ അതേപോലെ തന്നെയാണ്. ജലനിരപ്പ് വളരെ കുറവാണ്, ഒഴുക്ക് കുറവാണ്. ഇത്രയും നല്ല സാഹചര്യത്തിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ തുടരേണ്ട സാഹചര്യമാണുള്ളത്. അതിന് പകരം ഇങ്ങനത്തെ ഓരോ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് നേവിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ നമ്മളെ ഇനി എങ്ങനെ ആരോടെന്തൊക്കെ പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യം എന്ന് തന്നെയാണ് നേവിയും പറയുന്നത്. പക്ഷേ എവിടെയാണ് ഈ ജില്ലാ ഭരണകൂടം? നേരത്തെയും വലിയ വിമർശനം ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം. എവിടെയാണ് പാളിച്ച? എന്തുകൊണ്ടാണ് ഇതിന് സംഭവിക്കുന്നത്? ഏകോപനക്കുറവ് ആദ്യം പണ്ട് മുതലുള്ള ഏകോപനക്കുറവ് ഇപ്പോഴും കാണുന്നുണ്ട്. ആര് തമ്മിലുള്ള ഏകോപനക്കുറവാണ്, എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ ഞങ്ങൾക്ക് ഇനി അലംഭാവമാണ് തുടർന്നെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരും, കുടുംബത്തിന് വിട്ടുതരും. കുടുംബത്തിന്റെ രീതിയിലുള്ള മുങ്ങൽ ഞങ്ങളുടേതായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിനും തയ്യാറാകുന്നില്ലല്ലോ. ഈശ്വർ മൽപ്പ സ്വന്തം നിലയ്ക്ക് നിങ്ങൾ തെരച്ചിൽ നടത്താമെന്ന് പറയുമ്പോൾ അതിനും അനുമതി കൊടുക്കാത്തൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ഇനിയിപ്പോ ആരെ വിളിച്ച് പറയേണ്ടത്, എന്താണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഞങ്ങൾ അങ്ങേ അറ്റത്തിൽ നിൽക്കുകയാണ് എല്ലാ കാര്യം കൊണ്ടും.
ഇനിയും ഇത്രയും നല്ല അനുകൂല സാഹചര്യം കിട്ടിയിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഇവരെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്, പക്ഷെ ആ വിശ്വാസത്തിനെല്ലാം കോട്ടം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ ബാൽപെ അടക്കമുള്ളവർക്ക് നദിയിലിറങ്ങുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതായി ലോറി ഉടമ മനാഫ് ന്യൂസ് 18നോട്. വിഷയം വിവാദമാക്കിയത് ജില്ലാ ഭരണകൂടമാണെന്നും മനാഫ് ആരോപിച്ചു. ഇതിപ്പോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസം ആവാനായി 3 മനുഷ്യന്മാർ ഇതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇതിന്റെ ആ വേദന എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് ഉള്ളത്. ഇത്രയും മെനക്കെട്ടിട്ട് ഇന്ന് മീഡിയാസ് രണ്ടാമത് ഇവിടെ വന്ന് നമ്മളെ ഇതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയിട്ടാണല്ലോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. വളരെ പ്രതീക്ഷ ഉണ്ടായിന്. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഈശ്വർ മൽപ്പെ അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ വൈകുന്നേരം ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ മീറ്റിംഗ് 7 മണിക്കായിരുന്നു വൈകുന്നേരം. അതിനുശേഷമാണ് ഈശ്വർ മൽപ്പനെ വിളിച്ചിട്ട് പറയുന്നത് ഇറങ്ങരുത്, ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, അറസ്റ്റ് ചെയ്യും എന്നുള്ള രൂപത്തിൽ. എന്നാ നേവി ആണെങ്കിലോ, നേവി ഇന്നലെ ഇറങ്ങിയതാണ്. ഇന്നലെ ഇറങ്ങിയിട്ട് 2 സ്പോട്ട് ഇവർ കണ്ടും ചെയ്ത്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ബോട്ടായിട്ടാണ് വന്നിരുന്നത്. ഇന്ന് 2 ബോട്ട് 5 ആള് ഡൈവ് ചെയ്യാനുള്ള ആളുകൾ ആ എല്ലാ എക്യുപ്മെന്റ്സും ആയിട്ട് ഇന്ന് അവിടെ ഒക്കെ റെഡിയാക്കി. ഇനി പുറപ്പെടേണ്ട താമസമുള്ളൂ, അനുമതി കൊടുക്കണില്ല. അതിജീവന പാതയിൽ വയനാട് ായി തിരിച്ചാണ് തിരച്ചിൽ. അതേസമയം പ്രദേശം വാസയോഗ്യമാണോ എന്നറിയാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച് വിദഗ്ധ സംഘം പരിശോധന തുടരുകയാണ്. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 15ാം ദിവസവും ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായി പുരോഗമിക്കുന്നത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിലാണ് NDRFും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും അഗ്നിശമന സേനയും സംയുക്തമായി ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങളാണ് പല മേഖലകളിൽ നിന്ന് കണ്ടെത്തിയത്. അതോടൊപ്പം കാന്തൻപാറ, സൂചിപ്പാറ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ NDRF സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനകൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും 15ാം ദിവസവും തെരച്ചിലിങ്ങനെ ദുഷ്കരമായ ശ്രമങ്ങളുടെ ഇടയിൽ തുടരുമ്പോഴും അവസാന ആളുടെ പരാതിയും പരിഹരിക്കുന്നതുവരെ തെരച്ചിൽ തുടരുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പുള്ളത്. സ്വാഭാവികമായി ഇവിടെ ഏതാണ്ട് 83-ലധികം ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടായിരുന്നു ഈ തെരച്ചിൽ നടപടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ചൂരൽമലയും പുഞ്ചിരിമട്ടത്തെയും ഒക്കെ മണ്ണിൽ പുതഞ്ഞുപോയ പല മേഖലകളിലും JCBകളും ഹിറ്റാച്ചികളും എത്തിച്ചുകൊണ്ടിരുന്ന തെരച്ചിൽ അത് താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന JCBകൾ അതോടൊപ്പം തന്നെ ഹിറ്റാച്ചികൾ പല ജില്ലകളിൽ നിന്ന് എത്തിച്ചവയായിരുന്നു. അവയെല്ലാം ഇന്ന് വൈകുന്നേരത്തിനകം ഇവിടെ നിന്ന് മടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീമമായ തുക ഇതിനുവേണ്ടി ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത്രയധികം പരിശോധനകൾ നടത്തിയിട്ടും ചൂരൽമല, പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായി ചാലിയാർ പുഴയുടെയും അതോടൊപ്പം തന്നെ വനമേഖലകൾക്ക് ഇടയിലുമാണ് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഉള്ളത് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന തുടരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ ഇടപെടലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ പ്രദേശത്തേക്ക് ഇപ്പോഴും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കർശനമായ നിരോധനം ആളുകൾക്ക്, സന്ദർശകർക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ചൂരൽമലയിലെ പ്രധാന കവാടത്തിൽ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുമ്പിൽ പേരും വിശദാംശങ്ങളും അടക്കം എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ഓരോ ആളുകളെയും ഇവിടേക്ക് കയറ്റിവിടുന്നത്. കൃത്യമായ ഇടവേളകളിൽ അവരെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ കനത്ത ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ മേഖലകളെല്ലാം ഉള്ളത്. കാരണം തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ നിന്ന് ഈ സ്വർണവും പണവും അടക്കം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം വലിയ വിവാദമായി മാറിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇവിടെയൊക്കെ പോലീസിന്റെ പെട്രോളിംഗും ശക്തമാക്കിയിരിക്കുകയാണ്. ദുരന്തബാധിത മേഖല വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടിയെന്ന മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ചേർന്ന പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ വയനാട് ദുരന്തം ചർച്ചയായതായും മന്ത്രി പറഞ്ഞു. വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള
നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുക. കാരണം അവരുടെ ഉപദേശം വളരെ വിലപ്പെട്ടതാണ്. നമ്മളാരും ശാസ്ത്രീയമായി ഇത് പഠിച്ചവരല്ല. നമുക്കൊരു സാധാരണ മനുഷ്യന്റെ സാമാന്യ അറിവേ ഉള്ളൂ. അപ്പോൾ ആ അറിവ് വെച്ചല്ല ഫൈനൽ തീരുമാനമെടുക്കുക. ഫൈനൽ തീരുമാനമെടുക്കുന്നത് ഈ വിദഗ്ധ സംഘത്തിന്റെ, അത് വെലങ്ങാടായാലും വയനാട്ടിലായാലും നിലമ്പൂരായാലും അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത് ഇത്തരത്തിലുള്ള വിദഗ്ധ സംഘമാണ്. അപ്പോൾ അവർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ നൽകുന്ന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന ഗവൺമെന്റായാലും നടപടികൾ സ്വീകരിക്കൂ. ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സ്കൂളുകളിലെ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് പ്രഥമ ലക്ഷ്യമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. ഈ മാസം അവസാനത്തോടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കും. ക്യാമ്പിൽ നിന്ന് പോയാൽ സ്ഥിരം പുനരധിവാസത്തിൽ ഉൾപ്പെടാതെ പോകുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ക്യാമ്പിന് പുനരധിവാസവുമായി ബന്ധമില്ലെന്നും ദുരന്തബാധിതരെ പൂർണ്ണമായി പാക്കേജിന്റെ ഭാഗമാക്കുമെന്നാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 587 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 21 പേർ കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടവരാണ്. പ്രദേശത്ത് തെരച്ചിൽ തുടരുമെന്നും കെ രാജൻ പറഞ്ഞു. ഇപ്പൊ 587 കുടുംബങ്ങളെ നിലവിൽ ക്യാമ്പിലുള്ളൂ. ആ ക്യാമ്പിൽ നമ്മളിപ്പോ ക്യാമ്പുകളിലുള്ളവരെ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കി താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് പറയുമ്പോൾ തന്നെ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ പോകാൻ പലപ്പോഴും മടി കാണിക്കുന്നത്, അല്ലെങ്കിൽ ചിലരെങ്കിലും മനസ്സിലുള്ളത്, ക്യാമ്പുകളിൽ നിന്ന് പോയാൽ സ്ഥിരമായ പുനരധിവാസത്തിൽ ഉൾപ്പെടാതെ പോകുമോ എന്നാണ്. സ്ഥിരമായ പുനരധിവാസത്തിന് ക്യാമ്പുമായി ഒരു ബന്ധവുമില്ല. സ്ഥിരമായ പുനരധിവാസം യഥാർത്ഥത്തിൽ ഭൂമിയിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പഠിച്ച് ആരെയെല്ലാമാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത്, അവർ ക്യാമ്പിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും അവരെ പൂർണ്ണമായി ഈ പാക്കേജിന്റെ ഭാഗമാക്കും. അതിൽ കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. ബന്ധുവീടുകളിലേക്ക് പോയ ആളുകൾ ഉണ്ട്. അവിടെ തന്നെ കൂടാൻ കഴിയുമെങ്കിൽ അവിടെ തന്നെ കൂടാം. അവർക്ക് ഏതെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ ഒരു മടിയുണ്ടാകില്ല. ഇപ്പൊ ഹാരിസൺ മലയാളത്തിലെ തൊഴിലാളികൾ നേതാക്കന്മാരും അവരുടെ മാനേജ്മെന്റുമായി ഞങ്ങൾ ചർച്ച ചെയ്തു. അവരെല്ലാം വളരെ പോസിറ്റീവായി ഈ കാര്യത്തെ എടുക്കുകയാണ്. അവര് നിശ്ചിതമായിട്ടുള്ള ആളുകളെ അവരുടെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ നേതാക്കളും മാനേജ്മെന്റും സംയുക്തമായിട്ട് ഇന്ന് ഈ സ്ഥലങ്ങൾ പോയി നോക്കി ആരെയൊക്കെ മാറ്റാം, 102 പേരെ വരെ കുടുംബങ്ങളെ വരെ മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തൽക്കാലം ഏറ്റവും വേഗതയിൽ എത്ര പേരെ മാറ്റാം, അവരാരായിരിക്കണം, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും എണ്ണം കുറച്ചുകൂടി കുറയും. ബന്ധുവീടുകളിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് ഈ വാടക ഇനത്തിൽ നൽകുന്നത് പോലെ തന്നെ ഗൌരവമായി പരിഗണിച്ചുകൊണ്ട് അവിടേക്ക് മാറ്റാനും കഴിയും. അല്ലാത്തവർക്ക് LSTD പിന്നെ ഉൾപ്പെടെ LSTD ഞാനതിലേക്ക് കടക്കുന്നത്, LSTD സന്നദ്ധ സംഘടനകൾ സൗജന്യമായി വാടകയ്ക്ക് വീടുകൾ നൽകുന്നവർ അവരെ പണികരിക്കും. അല്ലാത്തിടത്ത് ഒരു വാടകയ്ക്ക് ഒരു പോളിസി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റും. ഒരാശങ്കയും വേണ്ട, ആഗസ്റ്റ് മാസത്തിൽ തന്നെ താൽക്കാലികമായ പുനരധിവാസം പൂർത്തീകരിക്കും. വയനാട്ടിലെയും വിലങ്ങാടിലെയും പുനരധിവാസം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചെന്ന് വി.ഡി. സതീശൻ. കോൺഗ്രസ് 100 വീടുകൾ നിർമ്മിക്കും. സർക്കാർ സ്ഥലം കണ്ടെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടത്തും. വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് വേണം, മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്നും വയനാട്ടിലെയും വിലങ്ങാടിലെയും ദുരിതബാധിതരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളണമെന്നും വി.ഡി. സതീശൻ. വയനാട്, വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച് പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി, ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെന്റ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം, സാധാരണ സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന് സാധ്യമായ തരത്തിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം, അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് ഗൗരവത്തോടുകൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ കന്നുകാലികൾക്ക് തീറ്റ എത്തിക്കുന്നത് തുടർന്ന ക്ഷീരവകുപ്പ് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടിയാണ് കാലിത്തീറ്റ എത്തിക്കുന്നത്.
നമ്മളിതിപ്പോൾ ക്ഷീരവികസന വകുപ്പ് വയനാട് ജില്ലയാണ് ഈ ജൂലൈ 30-ന് ശേഷം ഈ ദുരന്തത്തിൽ മനുഷ്യരോടൊപ്പം തന്നെ ഒരുപാട് മൃഗങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബാക്കിയായ മൃഗങ്ങൾക്കുള്ള കാലിത്തീറ്റ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭ്യുദയകാംക്ഷികൾ, അതുപോലെ തന്നെ കേരള ഫീഡ്സ്, മറ്റു സർക്കാർ, അതുപോലെ തന്നെ സഹകരണ സ്വകാര്യ കാലിത്തീറ്റ, ഇതിപ്പം പാലക്കാട് ജില്ലയിലുള്ള ഒരു അരുവി ഫീഡ്സ് ആണ് സംഭാവന ചെയ്തിരിക്കുന്നതാണ്. ഇത് 3 ലോഡ് കാലിത്തീറ്റ, അതുപോലെ തന്നെ വൈക്കോല്, അതുപോലെ പിന്നെ പട്ടിക്കും പൂച്ചക്കും കൊടുക്കാനുള്ള തീറ്റ അടക്കം അഭ്യുദയകാംക്ഷികൾ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞങ്ങൾ അവിടെ ആ സ്പോട്ടിൽ ഇപ്പൊ ഞങ്ങൾ ചൂരൽമല എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തകർക്കായി മുഹമ്മദ് അലിയും സുഹൃത്തുക്കളും ചേർന്ന് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ കണ്ണീരിന്റെ ഉപ്പുരസം കൂടി കലർന്നിട്ടുണ്ട്. മഹാദുരന്തത്തിൽ 35 ഉറ്റ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായതിന്റെ വേദന കടിച്ചമർത്തിയാണ് കരുതലിന്റെ പാചകപ്പുരയിൽ ഇവർ കാരുണ്യത്തിന്റെ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇടറിയ സ്വരത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല മുഹമ്മദ് അലിക്ക്. ചൂരൽമലയിലെ രക്ഷാദൌത്യത്തിനായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങളൊക്കെ സ്ലോ ചെയ്യും. മറ്റൊന്നിനും വേണ്ടിയല്ല, ഇവിടെ എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇവിടെ നിന്ന് രക്ഷാദൌത്യം കഴിഞ്ഞ് ക്ഷീണിച്ച് മടങ്ങുന്നവർക്കും അവിടേക്ക് പോകുന്നവർക്കുമെല്ലാം ചായയും കടിയും വിശപ്പകറ്റാനുള്ള മറ്റ് ഭക്ഷണങ്ങളും ഒക്കെ നൽകുന്ന ഒരു ചെറിയ കൂട്ടായ്മയുണ്ട് ഇവിടെ. ഇവരെക്കുറിച്ച് കൂടി പറയാതെ പോയാൽ ഈ രക്ഷാദൌത്യത്തിൽ ഒരു നാടിനെ ചേർത്ത് നിർത്താനായി അവർ നടത്തിയ ഉദ്യമങ്ങൾ അത് പൊതുസമൂഹം അറിയാതെ പോയാൽ അതൊരു വലിയ കുറവ് തന്നെയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ഇവിടെ നമുക്കറിയാം, വയനാട് വിനോദസഞ്ചാര മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നത്. പക്ഷേ ആ ദുരന്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജീപ്പ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, അതോടൊപ്പം തന്നെ റിസോർട്ട് ഉടമകൾ അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് തങ്ങളാലാവുന്ന സഹായം എന്ന വണ്ണം കഴിഞ്ഞ 12 ദിവസമായി തുടർച്ചയായി പുലർച്ചെ 6 മണി മുതൽ രാത്രി വൈകിയും അർദ്ധരാത്രി വരെ നീളുന്ന ഈ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴെല്ലാം, അതായത് ഈ നമുക്കറിയാം, സർക്കാർ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുന്ന സഹായങ്ങൾക്ക് പരിമിതികൾ നേരിടും. കാരണം അത്രയധികം ആളുകൾ സംസ്ഥാനത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുമുണ്ട്. സ്വാഭാവികമായ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അവർ തുടക്കമിട്ടത്. അദ്ദേഹം അതിന്റെ ഒരു നടത്തിപ്പുകാരിൽ പ്രധാനിയാണ്. ചേട്ടാ, പേരെന്താണ്? മുഹമ്മദ് അലി. ഇത് എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ? നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലഡ് തുടങ്ങി അന്ന് മുതൽ ഉച്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇതൊക്കെ നമ്മളൊരു ഇതിൽ വന്നത്. ആളുകൾ കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങിയതാണിത്. ഫ്ലഡ് ഉണ്ടായ അന്ന് മുതൽ ആളുകൾ വെള്ളത്തിനും കുടിവെള്ളത്തിനൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പോ പിറ്റേ ദിവസം നമ്മള് പിന്നെ ഈ തൊള്ളാരങ്കണ്ടി റിസോർട്ടിലെ കുറെ സ്റ്റാഫ്, അവരെ മുതലാളിമാരൊക്കെ ഇവിടെ നമ്മളെ എല്ലാവരും അവിടെ നിന്ന് പിന്നെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ പിന്നെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചെന്ന് അവിടെ പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുന്നു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും ബിരിയാണി, രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും, രാത്രി ചിക്കൻ കറിയും ചോറും. അങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ടു പോയ വീടുകൾ കുറെ ഉണ്ട്. ആ നീലിക്കാപ്പ് ഭാഗത്തൊക്കെ അവർക്കൊക്കെ രാത്രി 3 നേരം ഫുഡ് ഞങ്ങൾ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നത്. പിന്നെ ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കുറെ ഫുഡ്, ഒരു 100-500 ഫുഡ് ഞങ്ങൾ കൊടുക്കും. ബാക്കി ഞങ്ങൾ നേരിട്ട് വിതരണം, ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുക. കാരണം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനത് കഴിക്കണ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്റെ ഒരുപാട് പേര്, സുഹൃത്തുക്കളും വളരെ അടുത്ത ആളുകളും. അതൊന്നും നികത്താൻ പറ്റില്ല സാറേ. ഒരു 35 പേരെങ്കിലും എന്റെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ പോയിട്ടുണ്ടാവും. ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും അദ്ദേഹത്തോട് നിങ്ങൾ പിന്നെ ഇവിടെ വരും കാക്ക, നമുക്ക് ഇവിടെ ടെൻഷൻ അടിക്കാൻ ഇവിടെ നിൽക്കാം, നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഇവരെ കൂടെ ജോലി ചെയ്താ. അന്ന് മുതൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ ടെൻഷൻ അല്ലാണ്, ഇവിടെ വരുമ്പോൾ എല്ലാ ടെൻഷനും കുറച്ച് ഒഴിവായി കിട്ടും. ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാൻ പാടില്ല. അത്രയും വലിയ സേവനങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരും ചെയ്തിട്ടുള്ളത്. എത്ര പേർക്ക് ഒരു ദിവസം കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്നു? ഒരു 2000 പേർക്കെങ്കിലും നമ്മൾ ഇവിടെ 2000 പേർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെയായിട്ട് ഒരു 2000 പേർക്കെങ്കിലും ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതിന്റെ ചെലവൊക്കെ റിസോർട്ടുകാർ എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് പോയി പർച്ചേസ് ചെയ്ത് എല്ലാ ദിവസവും പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ സുമനസ്സുകളായ ചില ആളുകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കനും അതും ഇതൊക്കെ തന്നിട്ടുണ്ട്.
ചിക്കനൊക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്ത് അങ്ങനെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നാടിന് ഈ വേദന, വലിയ വേദന, പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇദ്ദേഹത്തിന് മാത്രം, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളായി ഏതാണ്ട് 35-ലധികം ആളുകളെ ഈ അപകട മേഖലയിൽ നിന്ന് എന്നേക്കുമായി ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് ഇവിടേക്ക് രക്ഷാദൌത്യത്തിന് വേണ്ടി എത്തുന്ന, തെരച്ചിലിന് വേണ്ടി എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമൊക്കെ സ്നേഹത്തിന്റെ ഭക്ഷണം വിളമ്പുകയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന്. സ്വാഭാവികമായി നമ്മുടെ നാടിന്റെ കരുതലിന്റെ, സ്നേഹത്തിന്റെ, ചേർത്ത് പിടിക്കലിലേക്ക് ഒരു മാതൃക തന്നെയാണ് ഈ സഹോദരങ്ങൾ അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവരെ കൃത്യമായി മുഖ്യധാരയിൽ ഇതുവരെ അവരാരും എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം 2000 പേർക്ക് സൗജന്യമായി ഇവിടെ ഈ കൊച്ചു കൂട്ടായ്മ ഭക്ഷണം ഒരുക്കി നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ വലിയ ഭീമമായ തുക അവർക്കതിന് ചെലവായിട്ടുണ്ട്. സ്വാഭാവികമായി സംഭാവനകളൊക്കെ അവർക്കും പല രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ഉറക്കളച്ചിരുന്ന് ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായതിന്റെ വേദന അത് കണ്ണീരായി തനിയെ മാറിയിരുന്ന് കരഞ്ഞു തീർക്കുക, അതൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. സ്വാഭാവികമായി അവർക്ക് നമ്മുടെയും എല്ലാവിധമായ പിന്തുണയും രേഖപ്പെടുത്തുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ. പാർവ് ചെയ്ത സംഭവത്തിൽ നിർണായക മൊഴി ന്യൂസ് 18. പ്രസവശേഷം കുഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് ഡോണ ഡോക്ടറോട് സമ്മതിച്ചിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസവം നടന്ന് 24 മണിക്കൂറിന് ശേഷമാണ് ഡോണ കുഞ്ഞിനെ ആൺ സുഹൃത്തിന് കൈമാറിയത്. കുട്ടിയെ കൈമാറുമ്പോൾ ജീവനുണ്ടായിരുന്നില്ല. പ്രസവം നടന്നത് ഡോണയുടെ വീട്ടിലെ മുറിയിലാണെന്നും അവശേഷിച്ച രക്തക്കറ കണ്ട അമ്മ ചോദിച്ചപ്പോൾ മാസമുറയാണെന്നുമാണ് മറുപടി നൽകിയതെന്നും വ്യക്തമായി. ഇതോടെ കേസിൽ കൊലപാതക സാധ്യത തള്ളാതെയാണ് പോലീസിന്റെ നീക്കം. ശരണ്യ സ്നേഹജൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക മൊഴിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കുഞ്ഞിന് പ്രസവ സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് കരഞ്ഞിരുന്നു എന്ന് ഡോക്ടറിന്റെ മൊഴിയുണ്ട്. ഡോക്ടർ അത് കൃത്യമായി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാകുമ്പോൾ പോലീസ് ഇപ്പോൾ അന്വേഷണം കൊണ്ട് ഒരു കൊലപാതക സാധ്യത തള്ളാതെയുള്ളൊരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നതല്ലേ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേഷൻ? ഭവ്യ, എല്ലാവരും ഞെട്ടിച്ചൊരു സംഭവമാണ്. പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതിയെ പ്രസവിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം തകഴി കൊല്ലനോടി പാടശേഖരത്തിൽ നിന്ന് കണ്ടെടുത്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കേസിൽ നിർണായകമായ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ യുവതി ചികിത്സ തേടിയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ നിർണായകമായ വിവരം അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത്, ഈ യുവതി കുട്ടി മരിച്ചതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഡോക്ടർ ധരിപ്പിച്ചപ്പോൾ ജനനത്തിന് ശേഷം ആദ്യം കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള വിവരം ഡോക്ടറോട് പങ്കുവച്ചതായാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ മൊഴിയാകും സ്വകാര്യ ആശുപത്രിയിലെ ആ ഡോക്ടറുടെ മൊഴി എന്നുള്ളതാണ്. പ്രധാനമായും പോസ്റ്റ്മോർട്ടത്തിലടക്കം ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടാനാകാത്തൊരു സാഹചര്യമായിരുന്നു ഇന്നലെ നടന്ന പോസ്റ്റ്മോർട്ടത്തിലടക്കം ഉണ്ടായത്. കാരണം കുട്ടിയുടെ മൃതശരീരം ജീർണിച്ച അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മരണകാരണം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ കുട്ടിയെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ബോധപൂർവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും കൊലപാതക സാധ്യത തള്ളാതെ തന്നെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി ഗർഭകാലം മുഴുവൻ, അതായത് ഈ കഴിഞ്ഞ ദിവസം ഫോറൻസിക് പരിശോധനയിൽ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പറഞ്ഞത് ഈ കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞായിരുന്നു എന്നുള്ളതാണ്. ഈ ഗർഭകാലം മുഴുവൻ തന്റെ ആൺ സുഹൃത്തിനോട് ഇത്തരത്തിലൊരു ഗർഭാവസ്ഥ തനിക്കുണ്ട് എന്നുള്ള കാര്യം ഈ യുവതി തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അതായത് പൂച്ചാക്കൽ സ്വദേശിനിയായ ഡോണയാണ് ഈ വിഷയം മറച്ചു വെച്ചിരുന്നത്. മാത്രമല്ല, പ്രസവം കഴിഞ്ഞ അന്നത്തെ ദിവസവും ഇക്കാര്യം ആൺ സുഹൃത്തിനെ അറിയിച്ചിട്ടില്ല. പിറ്റേ ദിവസം, അതായത് അന്ന് 7-ാം തീയതി വെളുപ്പിന് പുലർച്ചെയാണ് ഈ ഇത്തരത്തിലൊരു പ്രസവം നടക്കുന്നത്. അത് സ്വന്തം വീട്ടിലെ മുറിയിൽ, കിടപ്പുമുറിയിലാണ് ഇത് നടന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം, പ്രസവശേഷം ഡോണ ആ മുറി കഴുകി വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ ഇത് സംബന്ധിച്ച്, രക്തക്കറ കണ്ടതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാസമുറയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ അന്ന് രാത്രി 7:30 പുലർച്ചെ, 7-ാം തീയതി പുലർച്ചെയാണ് ഈ കുട്ടിയെ പ്രസവിച്ചതെങ്കിലും അന്ന് രാത്രി മാത്രമാണ് ആൺ സുഹൃത്തായ തോമസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതുവരെ ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ചോ പ്രസവത്തെ സംബന്ധിച്ചോ തോമസിനെ അറിയില്ല എന്നുള്ളതാണ് തോമസ് മൊഴി നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് ഡോണയും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തോമസിനെ ഈ കുട്ടിയുടെ ഗർഭകാലത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പ്രസവത്തെ സംബന്ധിച്ചോ കൂടുതൽ ധാരണകൾ ഇല്ലായിരുന്നു എന്നുള്ള തോമസിന്റെ മൊഴി വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്.
ഈ കുട്ടിയെ പ്രസവിച്ച ശേഷം പുലർച്ചെ 7-ാം തീയതി പുലർച്ചെ പ്രസവിച്ച ശേഷം വീടിന്റെ ടെറസിന്റെ സൺഷെയ്ഡിലും ഒപ്പം തന്നെ വീടിന്റെ സ്റ്റെയർകേസിന്റെ അടിയിലുമായാണ് 24 മണിക്കൂറോളം ഡോണ സൂക്ഷിച്ചത് എന്നുള്ളതാണ്. ആ സമയത്ത് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ പൊക്കിൾക്കൊടി മുറിക്കുന്നതിന് അത്തരത്തിൽ സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൃത്യമായ ഒരു കരുതൽ, ഈ പ്രസവം നടക്കുമെന്നുള്ള ഒരു കരുതൽ ഡോണയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ കരുതി കൂട്ടി മുറിയിൽ നിന്നും തെളിവുകൾ നശിപ്പിക്കുന്ന അടക്കമുള്ള നീക്കം ഡോണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ ആൺസുഹൃത്തായ തോമസിനും ഒപ്പം തന്നെ തോമസിന്റെ സുഹൃത്ത് അശോകനും ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെ സംബന്ധിച്ച് ഡോണ വിളിക്കുമ്പോൾ മാത്രമാണ് അറിവുണ്ടായിരുന്നത്. ഡോണ ഇവരോട് പറഞ്ഞിട്ടുള്ളത് കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചുപോയതെന്നാണ്. പക്ഷേ അതിന്റെ നിയമപരമായ സാധ്യതകൾ തേടാതെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ലാത്ത ഇവർ കുട്ടിയെ മറവ് ചെയ്യുകയായിരുന്നു. അത് ഈ സംഭവത്തിൽ എന്തായാലും കുട്ടിയുടെ DNA അടക്കം പരിശോധിക്കാനുള്ള നിർദ്ദേശം അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഈ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിലൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ യുവതി 10 മാസം ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വീട്ടുകാർക്ക് യാതൊരു വിവരവും ഇല്ലെന്നുള്ള മൊഴിയിൽ തന്നെയാണ് വീട്ടുകാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ആ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു രഹസ്യമായി ഈ കാര്യങ്ങൾ, കാരണം രണ്ടുപേരും വിവാഹിതരായി ജീവിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ആളുകളാണ്. ഇരുവരുടെയും വീടുകളിൽ ഇക്കാര്യങ്ങൾ അറിയുകയും ചെയ്യാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും രഹസ്യ സ്വഭാവത്തിൽ ഇത് സൂക്ഷിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇതിന്റെ ഒരു കൊലപാതക സാധ്യത തള്ളാതെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ കൊച്ചിയിലെ വീട്ടിൽ NIA റെയ്ഡ്. പുലർച്ചെ 6:15 തേവക്കയിലെ വീട്ടിലെത്തിയ സംഘം വാതിൽ പൊളിച്ചാണ് അകത്ത് കയറിയത്. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘമാണ് കൊച്ചിയിലെത്തിയത്. ലാപ്ടോപ്പ് അടക്കമുള്ളവ NIA സംഘം പിടിച്ചെടുത്തു. നടപടിയെ നിയമപരമായി നേരിടുമെന്ന് നേതാവ് മുരളി കണ്ണമ്പിള്ളി വ്യക്തമാക്കി. ഏതാണ്ട് 5 മണിക്കൂറിലധികം നീണ്ടുനിന്ന NIAയുടെ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങിയിരിക്കുന്നു. മുരളി കണ്ണമ്പിള്ളിയുടെ വസതിയിൽ നിന്ന് ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ പെൻ ഡ്രൈവുകളും തന്നെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഇത്തരം സുദീർഘമായ ഒരു പരിശോധനയാണ് തെലങ്കാനയിൽ നിന്നെത്തിയ NIA സംഘം നടത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടേക്ക് NIA സംഘം എത്തുകയും ഇതിൽ നിന്ന് എന്താണ് ഇതുമായി ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്തത്. തെലങ്കാനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന് ഒപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. കളമശ്ശേരി ക്യാമ്പിലേക്ക് തന്നെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതായിട്ട് മുരളി കണ്ണമ്പിള്ളി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം അല്പസമയം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൃത്യമായി ഇത് സംബന്ധിച്ച് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം നടന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് എതിരെ തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നീക്കവുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശദമാക്കുകയും ചെയ്യുന്നത്. ഇതിൽ യാതൊരുവിധ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. തന്റെ മകന്റെ കേടായ ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ ചില പെൻഡ്രൈവുകൾ അത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും അവർക്ക് പിടിച്ചെടുക്കുന്നു. തന്നെ ഇങ്ങനെയൊരു സംശയത്തിന് മുൻപിൽ നിർത്താൻ വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം നടത്താനുള്ള ഒരു സാധ്യതകളെല്ലാം തന്നെ വളരെ കൂടുതലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിലെല്ലാം തന്നെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവര് കമ്മിറ്റി കൂടി ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാരെ CPI മാവോയിസ്റ്റിന് വേണ്ടി പരസ്യപ്രചരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി. ഇതാണ് കേസ്. അപ്പൊ NIAക്ക് കേസിനെ ഒന്ന് പൊലിപ്പിക്കണം. അപ്പൊ ഇപ്പൊ അവര് പൊലിപ്പിക്കണം എങ്ങനെയാണ്? ഒളിവിലുള്ള ആരാണ്ട് ഒരാളെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിനുള്ള തെളിവ് ശേഖരിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്.
ഇങ്ങനെ ഒരു റെയ്ഡിന്റെയോ അന്വേഷണത്തിന്റെയോ ഒരു ആവശ്യം. കേസ് തന്നെ കള്ളക്കേസാണ്. ഇറ്റ്സ് എ ബേസ്ലെസ് കേസ്. പിന്നീട് 76 കായണ സ്റ്റേഷൻ ആക്രമണത്തിനു ശേഷം പിന്നീട് സുദീർഘമായി മുരളി ഒളിവിലായിരുന്നു. വലിയൊരു കാലം സംഘടനാ പ്രവർത്തനങ്ങളുമായി ഒളിവിലാകുകയും പിന്നീട് 2014 പൂനെയിൽ വെച്ച് ATS തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് 5 വർഷത്തോളം നീണ്ട ജയിൽവാസം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് കോടതി ജാമ്യം അനുവദിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം അനുവദിക്കുന്നത്. ആ ജാമ്യ വ്യവസ്ഥകളെല്ലാം താൻ ഇപ്പോഴും പാലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലടക്കം ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും ഇപ്പോഴും തന്നെ ചോദ്യം ചെയ്യാനടക്കമുള്ള ഒരു സാവകാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനോടൊന്നും നിൽക്കാതെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നത് പോലെ വന്ന NIA സംഘം വാതിൽ പൊളിച്ച് പരിശോധന നടത്തിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും NIA ഉദ്യോഗസ്ഥർ എത്തുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 6 മണിക്കൂറോളം നീണ്ട പരിശോധന ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ വീണ്ടും സദാചാരാക്രമണം. ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെയാണ് 4 സംഘം ആക്രമിച്ചത്. യുവാവിനെ ഗുരുതര പരിക്കുകളോടെ അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച അക്ഷയ സെന്ററിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്തു. വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. എൻ്റെ ആധാർ എടുക്കുന്ന സ്റ്റാഫിനെ ആരെ ഫോൺ ചെയ്ത് വീഡിയോയിൽ വരാൻ പറഞ്ഞു. വാപ്പനെ എന്തോ സാധനം വാങ്ങിയെടുക്കാണ്ട് പറഞ്ഞ് അപ്പം എന്നോട് ഈ ആധാർ ഫുള്ളാക്കാൻ പറഞ്ഞു. ഞാൻ ആധാർ ഫുള്ളാക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള വേറെ കൊണ്ടുപോയി. അതിൻ്റെ ശേഷം എന്നെ 2 വന്നോളൂ, ഹസ്ബൻഡും വേറെ അത് 2 വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി. പിന്നെ വെയ്ക്കൊന്ന് തച്ച് പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് ഓരോ മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒരു ഏട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമിലേറ്റി അവിടുന്ന് കുറേ തച്ച് എന്നിട്ട് ഞാൻ ബോധമൊക്കെ ഏകദേശം പോയിന്. പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കാറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയ അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ചില ഓർമ്മശക്തികളൊക്കെ ഉണ്ട്. ശനിയാഴ്ച ഉച്ചക്ക് ഒരു സംഘം ആൾക്കാർ വന്നിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അക്ഷയയിൽ വന്നിട്ട് ചുള്ളിക്കാറമ്പ് അക്ഷയ വന്നിട്ട് അവർ തന്നെ തല്ലിയിട്ട് ഒരു ബലമായി പിടിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി. അത് അവിടുന്ന് കോണിക്കൂട്ടൊന്നും നന്നായിട്ട് പെരുമാറി അവനെ ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് അവനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് 2 വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് ആ വണ്ടിയിൽ അവനെ കയറ്റി കൊണ്ടുപോയി ഓല അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അപ്പം പിന്നെ ഓല വീട്ടിലോ ഓല ജ്യേഷ്ഠൻ്റെ വീട്ടിലോ മറ്റോ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറി അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട്. തൃശൂരിലെ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. 5 വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. +2 വിദ്യാർത്ഥികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് +1 വിദ്യാർത്ഥികളെ സ്ഥിരമായി മർദ്ദിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ അധ്യയന വർഷം മുതലേ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതരും ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നും രക്ഷിതാക്കളും ആരോപിച്ചു. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 മാത്രമാണ്. സാധുവായ വോട്ട് LDFനെന്ന് കണക്കാക്കിയാലും UDF 6 വോട്ടിന് ജയിക്കും. ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ച വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 മാത്രമാണ്. സാധുവായ വോട്ട് LDFനെന്ന് കണക്കാക്കിയാലും UDF 6 വോട്ടിന് ജയിക്കും. ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ച വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി നിരീക്ഷിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഹർജി തള്ളുകയാണ് ഹൈക്കോടതി. എന്തൊക്കെയാണ് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഭവ്യ, ഹർജി കഴിഞ്ഞ 8-ാം തീയതി തന്നെ തള്ളിയിരുന്നു. കാരണം LDF സ്വതന്ത്രനായിരുന്ന
KPM മുസ്തഫ നൽകിയിരുന്ന ഹർജിയിലാണ് ഈ നടപടി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ അതായത് ഈ കാണാതെ പോയ തപാൽ വോട്ടുകളുടെ ബാലറ്റുകൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം സാഹചര്യത്തിലേക്കൊക്കെ വിവാദങ്ങളിലേക്ക് നയിച്ച ഒരു ഇടപെടൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം സാഹചര്യത്തിൽ താൻ ആണ്, അതായത് എണ്ണാതിരുന്ന വോട്ടുകൾ തനിക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകളായിരുന്നു എന്നാണ് LDF സ്വതന്ത്രനായ KPM മുസ്തഫ കോടതിയിൽ ഉന്നയിച്ചത്. നജീബ് കാന്തപുരത്തിന്റെ ഭൂരിപക്ഷം 36 വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം ജയിച്ചിരുന്നത്. എന്നാൽ ഈ എണ്ണാതെ വെച്ചിരുന്ന 348 വോട്ടുകളിൽ സാധുവായ വോട്ടുകൾ കണക്കാക്കിയാൽ 32 വോട്ടുകൾ മാത്രമാണ് സാധുവായത്. അങ്ങനെ കണക്കാക്കിയാൽ പോലും നജീബ് കാന്തപുരം 6 വോട്ടുകൾക്ക് ജയിക്കും എന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് ഈ അതായത് KPM മുസ്തഫ നൽകിയിരുന്ന ഹർജി ഹൈക്കോടതി തള്ളി നജീബ് കാന്തപുരത്തിന്റെ വിജയം പ്രഖ്യാപിച്ചിരുന്നു. നജീബ് കാന്തപുരം അതായത് തെരഞ്ഞെടുപ്പ് ശരിവെച്ചുകൊണ്ടുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴുണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിരുന്ന 36 വോട്ടിന്റെ ഭൂരിപക്ഷമല്ല, പക്ഷെ 6 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം ജയിക്കുമായിരുന്നു എന്നൊരു നിരീക്ഷണമാണ്. 32 വോട്ടുകൾ അതിൽ സാധുവായതാണ്. അതെണ്ണിയാൽ കൂടി 6 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം ജയിക്കുമായിരുന്നു എന്നൊരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും തനിക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഹർജിയാണ്, അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഹർജിയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിലെത്തുന്നത്. മുൻപുണ്ടായിരുന്നത് K ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് കോടതിയിലെത്തുന്നു. അതും കോടതി തെരഞ്ഞെടുപ്പ് ശരിവെച്ചുകൊണ്ടുള്ള വിധിയായിരുന്നു അന്നും കോടതി മുന്നോട്ട് വെച്ചത്. അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇക്കാര്യത്തിലും ഇങ്ങനെ ഹയർ ഓപ്ഷനുകൾ സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതയും KP മുഹമ്മദ് മുസ്തഫയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും KP മുഹമ്മദ് മുസ്തഫയുടെ ഹർജി കോടതി തള്ളി. നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിപ്പിച്ചു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ഭൂരിപക്ഷമല്ല, പക്ഷെ 6 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം ജയിക്കും. തപാൽ വോട്ടുകൾ, അതായത് ഈ കാണാതെ പോയിരുന്ന ബാലറ്റുകൾ കൂടി എണ്ണിയാൽ അദ്ദേഹം 6 വോട്ടുകൾക്ക് ജയിക്കുമെന്ന നിരീക്ഷണത്തിലാണ് ഹൈക്കോടതി എത്തിയിട്ടുള്ളത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. SDPIയുടെ പരാതിയിൽ 2 CPM പ്രവർത്തകരും കസ്റ്റഡിയിലുണ്ട്. ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ത്രി V ശിവൻകുട്ടി സന്ദർശിച്ചു. ഇന്നലെ രാത്രിയാണ് CPMന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കുകളിലെത്തിയ 15ഓളം ആളുകൾ ഓഫീസിന് താഴത്തെ നിലയിലേക്ക്, അതായത് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വാഹനം ഓടിച്ചൊരു ബൈക്ക് അടക്കം കൊണ്ട് ഇതിനകത്ത് കയറുകയും ഇവിടെ ക്യാരം കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർക്ക് നേരെ അവരെ ആക്രമിക്കുകയുമായിരുന്നു. ഇവിടുത്തെ അലമാര ഉൾപ്പെടെ മറിച്ചിടുകയും സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തെന്ന് CPMന്റെ പരാതിയിൽ പറയുന്നു. SDPI പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് CPMന്റെ ആരോപണം. നേരത്തെ 6 മാസം മുമ്പ് 2 DYFI CPM പ്രവർത്തകർക്ക് കിള്ളിയിൽ SDPI CPM സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു, വെട്ടേറ്റിരുന്നു. അതിലെ ഒരു പ്രതി ഇന്നലെ കാട്ടാക്കടയ്ക്ക് സമീപം ടർഫിൽ ക്രിക്കറ്റ് കളിക്കാനെത്തുകയും അവിടെ വെച്ച് CPM പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടാകുകയും ചെയ്തു. അതിനകത്തൊന്ന് സംഘർഷമാണ് പിന്നീട് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയതെന്നാണ് CPMന്റെ ആരോപണം. CPMന്റെ ഏരിയ സെക്രട്ടറിയും ആ ആരോപണമാണ് ഇന്നും ഉന്നയിച്ചത്. ഇന്നലെ 9:30-ക്കാണ് SDPIയുടെ ഒരു സംഘം ആളുകൾ ഇവിടെ നമ്മുടെ ഈ കാട്ടാക്കട പാർട്ടി ഓഫീസിനകത്ത് കടന്നു കയറി ആക്രമണം സംഘടിപ്പിച്ചത്. ആസൂത്രിതമായ ആക്രമണമായിരുന്നു. മുൻപുണ്ടായിരുന്ന ചില സംഘർഷങ്ങളെയൊക്കെ അവർ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ഒരു ചാക്ക് കല്ലുമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ വടിവാള്, ഇതെല്ലാം ഉപയോഗിച്ച് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് അവർ ഇവിടെ നിന്ന് പോയത്. എന്നാൽ പോലീസ് അതേപടി ആരോപണം ഏറ്റെടുക്കുന്നില്ല. പോലീസ് പറയുന്നത് 5 പേർ അറസ്റ്റിലുണ്ട്. അത് SDPI പ്രവർത്തകരാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കാട്ടാക്കട DYSP തയ്യാറായിട്ടില്ല. പറയാൻ പറ്റില്ല. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടികൾ ചെയ്തതിനു ശേഷം പറയാം. SDPI ബന്ധമുള്ളവരാണോ അറസ്റ്റിലുള്ളത്? പരിശോധിച്ചിട്ട് പറയാം. എടുത്തുകൊണ്ടിരിക്കുക, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് SDPI ചെയ്തത്. ഇത്തരത്തിൽ ഈ ഇന്നലെ ഉണ്ടായ സംഘർഷം തങ്ങൾക്ക് ബന്ധമില്ല, രാഷ്ട്രീയ സംഘർഷമല്ല. ഇത് SDPI ഇതിൽ പങ്കുമില്ല. കാട്ടാക്കട ടർഫിലുണ്ടായ
തർക്കമാണ്. അവിടെ ലഹരി ഉപയോഗിച്ച് ആളുകൾ എത്തുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന സംഘർഷത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമുണ്ട്. അതും CPM-മായി ബന്ധമില്ല, അല്ലെങ്കിൽ അക്രമവുമായി ബന്ധമില്ല. CPM-ന്റെ ഓഫീസ് ഞങ്ങൾ ആക്രമിച്ചില്ലെന്നും SDPI വാർത്താക്കുറിപ്പിൽ പറയുന്നു. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇന്നിവിടെ സന്ദർശിച്ചു. MLA-മാരായ IB സതീശൻ, G സ്റ്റീഫനും ഓഫീസിലെത്തി. SDPI-യാണ് ആക്രമിച്ചിട്ടുള്ള ആരോപണത്തിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ അന്വേഷണമുണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ കട്ടക്കട മേഖലയിൽ, കിള്ളി മേഖലയിലുമൊക്കെ SDPI CPM സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഈ അക്രമമെന്നാണ് വ്യക്തമാകുന്നത്. കസ്റ്റഡിയിലുള്ളവർ SDPI പ്രവർത്തകരാണ് എന്ന CPM ആരോപിക്കുന്നു. അവർ ആവർത്തിച്ചു പറയുന്നു. ഇവിടെ ഈ ഷെഡിൽ വന്ന വാഹനവും SDPIയുടെ പ്രാദേശിക നേതാവിന്റേതാണ്. അയാളുടെ പേഴ്സടക്കം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതും ഇവർ തന്നെയാണ് അക്രമത്തിന്റെ തെളിവായി CPM ഉയർത്തിക്കാട്ടുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹർജിയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് BG അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുക. ഹർജിക്കാരൻ വിവരാവകാശ കമ്മീഷന്റെ വാദങ്ങളിൽ മറുപടി നൽകാൻ സമയം വേണമെന്ന ആവശ്യം കോടതി അനുവദിച്ചിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഹൈക്കോടതി എന്ത് പറയുമെന്നത് ഏറെ നിർണായകമാണ്. എപ്പോഴത്തേക്ക് വേദിയുണ്ടാകും? ഭവ്യ 2 മണിക്കാണ് ഈ ഹർജി പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ WCCM ഈ കേസിൽ ഹർജിയിൽ കക്ഷിക്കാരായിട്ടുണ്ടായിരുന്നു. ഇവരുടെ വാദവും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേട്ടിരുന്നു. എന്തായാലും സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് കൊണ്ടാണ് താൽക്കാലികമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. 2017 നടിയെ ആക്രമിക്കപ്പെട്ട ശേഷമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയും ആ ആവശ്യത്തെ തുടർന്ന് ഹേമ കമ്മീഷൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മീഷൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്ത നിരവധി സ്ത്രീകളുമായി, സിനിമാ മേഖലയിലെ നിരവധി സ്ത്രീകളുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഈ കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് സജിമോൻ പാറയിൽ ഇത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഉള്ള ഒരു റിപ്പോർട്ടല്ല, അതുകൊണ്ട് അത് പുറത്തുവിടരുത് എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. ഈ കഴിഞ്ഞ 5 വർഷവും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരു തീരുമാനത്തിൽ തന്നെ ആയിരുന്നെങ്കിലും പക്ഷേ വിവരാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ട ശേഷം, അതായത് വ്യക്തികളുടെ മാന്യതയെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളല്ല, അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളും അങ്ങനത്തെയുള്ള കണ്ടന്റുകളും ഒക്കെ നീക്കം ചെയ്ത ശേഷമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുതുക്കിയ ശേഷം ആ റിപ്പോർട്ടാണ് പുറത്തുവിടാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ സജിമോൻ പാറയിൽ ഈ ഹർജിയുമായി കോടതിയിലെത്തിയപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. കാരണം കമ്മീഷൻ ഒരു സാഹചര്യത്തിലും സജിമോൻ പാറയിലിന്റെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് സാഹചര്യത്തിലാണ് റിപ്പോർട്ടിനുള്ളിൽ ഇതുവരെ അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി വെച്ചിരുന്ന ഒരു റിപ്പോർട്ടിനുള്ളിൽ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് സിനിമാ മേഖലയിൽ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആളുകളെ മാനഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് നയിക്കും എന്നൊരു ഹർജി എങ്ങനെയാണ്, എന്നൊരു റിട്ട് എങ്ങനെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്? സജിമോന് ഇക്കാര്യത്തിൽ പൊതു താല്പര്യമല്ല, മറ്റുള്ള ആളുകളുടെ താല്പര്യമാണ്, മറ്റാർക്കു വേണ്ടിയാണ് സജിമോൻ സംസാരിക്കുന്നത് എന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും അതിനുശേഷം WCCയും വനിതാ കമ്മീഷനും ഈ കേസിൽ കക്ഷി ചേർന്ന ശേഷം അവരുടെ വാദവും കൂടി കോടതി കേൾക്കുകയുണ്ടായി. താൽക്കാലിക സ്റ്റേ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപേയും ഈ കേസ് പരിഗണിച്ചിരുന്നു. അപ്പോഴും ഈ സ്റ്റേ തുടരുകയും WCCയുടെയും വനിതാ കമ്മീഷന്റെയും ചോദ്യങ്ങളും അവരുടെ ആശങ്ക എന്താണെന്ന് കോടതി ആരായുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നടപടിയിലേക്ക്, അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി ഇന്ന് എത്തുന്നത് എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും 2 മണിക്കാണ് ഈ കേസ് പരിഗണിക്കുന്നതെന്നാണ് അറിയുന്നത്. ഭവ്യ, ശരിയാജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി നഗരത്തിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾ അറസ്റ്റിൽ. കൊല്ലം ശാസ്താംകോട്ട സ്വദേശികളായ ഷുഹൈബ്, ഷാഫി, പ്രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ജോലിക്കായുള്ള ഇന്റർവ്യൂവിനായി കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയിൽ കൊച്ചി MG റോഡിൽ വെച്ചാണ് യുവാക്കൾ കാറിന്റെ വാതിലിൽ കയറിയിരുന്നത്. അഭ്യാസ പ്രകടനം നടത്തിയത് പിന്നിൽ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. തുടർന്ന് പോലീസ് യുവാക്കളുടെ കാറിനെ പിന്തുടർന്നു. മദ്യലഹരിയിലായിരുന്ന 3 പേരെയും കാർ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഓടിക്കാവുന്ന ലൈസൻസ്
ഓടിക്കണമെന്ന് ലൈസൻസ് നാളെ പോകട്ടെ. ഓടിക്കണമെന്ന് ആൾക്കോട്ട് വണ്ടി ഓടിക്കാൻ കേട്ടോ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം നൽകി. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡാമിന്റെ സുരക്ഷിതത്വം ചർച്ച ചെയ്യുമെന്ന് വി ഡി സതീശൻ. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും, ഇതാണ് UDFന്റെ പ്രഖ്യാപിത നിലപാട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ എടുത്തിരിക്കുന്ന നിലപാട് നമുക്ക് വെള്ളം വേണ്ട. തമിഴ്നാടിന്റെ തെറ്റിദ്ധാരണ നമുക്ക് വെള്ളം വേണം, അതിൽ നിന്ന് പഴയ കരാർ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പുതിയ കരാറുണ്ടാകുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും എന്ന് കരുതിയിട്ടാണ് നമ്മൾ അന്നെടുത്ത തീരുമാനം. വെള്ളം തമിഴ്നാടിന്, സുരക്ഷ കേരളത്തിന് എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും 19-ാം തീയതി ചേരുന്ന UDF യോഗം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യും. UDF ഒരു ക്യാമ്പുണ്ട്, ഏകദിന ക്യാമ്പുണ്ട്. അതിൽ ഞങ്ങൾ അജണ്ടയിൽ ഈ വിഷയം കൂടി ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനം തീർച്ചയായിട്ടും പുറത്തു പറയും. പണ്ട് മുതലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ UDF എടുത്തിരിക്കുന്ന നിലപാടിതാണ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. അതാണ് ഞങ്ങളുടെ നിലപാട്, മാറ്റമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് പുതിയതായി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ പറയും. കൊൽക്കത്തയിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്നു. OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധം ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ഡൽഹി എയിംസിലടക്കം വിവിധ ആശുപത്രികളിൽ എത്തിയ രോഗികൾ ഡോക്ടർമാരെ കാണാനാകാതെ മടങ്ങി. മഹാരാഷ്ട്ര ഡോക്ടേഴ്സ് അസോസിയേഷനും അനിശ്ചിതകാല പണിമുടക്കിലാണ്. PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രി മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനോട് അവധിയിൽ പ്രവേശിക്കാൻ കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സന്ദീപ് ഘോഷ് രാജിവെച്ചിരുന്നു. 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന്. രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയാണ് വിധി പറയുക. കേസിൽ അപ്പീലിന്മേൽ വാദം പൂർത്തിയായിരുന്നു. ഗുസ്തിയിൽ വെള്ളി മെഡലിന് അർഹതയുണ്ടെന്നാണ് വിനേഷിന്റെ വാദം. ജേർണലിസ്റ്റ് മീഡിയ ക്ലബ് പുരസ്കാരം ന്യൂസ് 18. ന്യൂസ് 18 ക്യാമറമാൻ ഷിജു ചവറയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ജേർണലിസ്റ്റ് മീഡിയ ക്ലബ് വാർഷികമായ 27-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. മന്ത്രി ചിഞ്ചു റാണിയാണ് കേസരി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുക. മാധ്യമപ്രവർത്തക RJ ലാവണ്യ അന്തരിച്ചു. 41 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ദുബായിലെ റേഡിയോ കേരളത്തിലെ അവതാരകയായിരുന്നു ലാവണ്യ. രമ്യ സോമസുന്ദരം എന്നാണ് യഥാർത്ഥ പേര്. നാളെ തിരുവനന്തപുരം മരിയൻ അപ്പാർട്ട്മെന്റിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ശാന്തി കവാടത്തിൽ സംസ്കരിക്കും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6530, പവൻ 52,240. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5425, പവന് 43,400. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ്.